Hello children, good morning. Today we are going to discuss the topic tax invoice under section 31. Invoice is a commercial instrument issued by a supplier of goods or services to a recipient describing the item sold or services supplied, price and discount and the terms of delivery and payment. Simply, ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്യുമ്പോൾ ഒരു സപ്ലയർ റെസിപ്പിയന് അല്ലെങ്കിൽ ഒരു സപ്ലയർ ബയറിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ടാക്സ് ഇൻവോയ്സ്. ഓക്കെ, നമ്മളെല്ലാവരും ടാക്സ് ഇൻവോയ്സ് കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബില്ല് ലഭിക്കാറുണ്ട്. നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്തത്, അവയുടെ ഡീറ്റെയിൽസ്, നമ്മുടെ സപ്ലയറിൻ്റെ ഡീറ്റെയിൽസ്, അതായത് അവരുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, HSN കോഡ്, പിന്നെ അതുപോലെ തന്നെ എത്രയാണ് പ്രൈസ്, ഡിസ്കൗണ്ട്, CGST, SGST എത്രയെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ബില്ല് തരാറുണ്ട്. ആ ബില്ല് തന്നെയാണ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടാക്സ് ഇൻവോയ്സ് ഇൻക്ലൂഡ് ചെയ്തത് ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 31 ഓഫ് CGST ആക്ട്. A document evidencing supply of goods and services. Tax invoice is a document evidencing supply of goods and services. Goods അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്തു എന്നുള്ളതിന് എവിഡൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ്, അല്ലെങ്കിൽ എവിഡൻസ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. Mandatory to issue a tax invoice or a bill of supply for every supply of goods or services. അതായത് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യൽ നിർബന്ധമാണ്, മാൻഡേറ്ററി ആണ്. ഓക്കെ, ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ടാക്സബിൾ ഗുഡ്സ് അല്ലെങ്കിൽ ടാക്സബിൾ സർവീസസ് ഇഷ്യൂ ചെയ്യുകയാണ് എങ്കിൽ അവിടെ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യൽ മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ എക്സംപ്റ്റഡ് ഗുഡ്സോ സർവീസസോ അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീമിലോ ആണ് സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അവിടെ ബയറിന് ഇഷ്യൂ ചെയ്യേണ്ടത്, സപ്ലയർ ബയറിന് ഇഷ്യൂ ചെയ്യേണ്ടത് എന്താണ്? ബിൽ ഓഫ് സപ്ലൈ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ടാക്സ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ടാക്സ് ഇൻവോയ്സ് യൂസ് ചെയ്യുന്നത് ടാക്സബിൾ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കേസിലും പിന്നെ എക്സംപ്റ്റഡ് ഗുഡ്സിൻ്റെ കേസിലും കോമ്പോസിഷൻ സ്കീമിലൊക്കെ ബിൽ ഓഫ് സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ക്ലിയർ? A tax invoice shall be issued by a registered person supplying taxable goods or services or both. ടാക്സ് ഇൻവോയ്സ് ആരാണ് ഇഷ്യൂ ചെയ്യുക? രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അതായത് GST രജിസ്ട്രേഷൻ എടുത്തൊരു വ്യക്തിയാണ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അദ്ദേഹം ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യൽ മാൻഡേറ്ററി ആണ്. ഓക്കെ, ദർ ഈസ് നോ ഫോർമാറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ ടാക്സ് ഇൻവോയ്സ്. CGST ആക്ട് പ്രകാരം ടാക്സ് ഇൻവോയ്സിന് ഇന്ന ഫോർമാറ്റ് എന്നൊന്നുമില്ല. ബട്ട് ടാക്സ് ഇൻവോയ്സിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളത് ആക്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ ആ കണ്ടൻസ് എന്തൊക്കെയാണോ അവ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രം മതി. അല്ലാതെ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ഒന്നും തന്നെ ആക്റ്റിൽ പ്രതിപാദിച്ചിട്ടില്ല. ദെൻ ഇറ്റ് മേ ബി ഇഷ്യൂഡ് മാനുവലി ഓർ ഇലക്ട്രോണിക്കലി. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്കൊന്നെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ നമുക്കറിയാം കാർബൺ കോപ്പിയൊക്കെ വെച്ചിട്ട് സപ്ലയർ ഒരു ബില്ല് എഴുതിയിട്ട് ആ ബില്ല് നമുക്ക് തരും, കാർബൺ കോപ്പി അവരുടെ കയ്യിലും വെക്കും, അല്ലേ? സോ ഇങ്ങനെയും നമുക്ക് ബില്ല് തരാം. അപ്പോൾ മാനുവലിയും ഇഷ്യൂ ചെയ്യാം, അതുപോലെ തന്നെ ഇലക്ട്രോണിക്കലിയും ഇഷ്യൂ ചെയ്യാം. ബട്ട് എങ്ങനെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിലും എന്തെല്ലാം കണ്ടൻസ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ടോ അവയെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. കണ്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സ്. ടാക്സ് ഇൻവോയ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആൻഡ് ഓൾസോ ദ ടാക്സ് പോർഷൻ ഓൺ ദ സെയിം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗുഡ്സ് ഓർ സർവീസസ് പർച്ചേസ് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ സപ്ലൈ ചെയ്തതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ടാണ് ടാക്സ് ഇൻവോയ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് നമ്മൾ ഇത്ര എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് വാങ്ങി സപ്ലൈ ചെയ്തു, കൂടാതെ
അവയുടെ ടാക്സ് പോർഷൻ എത്ര എന്നിവയുടെ എല്ലാം ഒരു എവിഡൻസ് ആണ് എന്ത് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? സിംപ്ലി നമ്മൾ എത്ര എമൗണ്ട് ആണ് ഗുഡ്സിന് അല്ലെങ്കിൽ സർവീസസിന് പേ ചെയ്തത്, അതുപോലെ എത്ര ടാക്സ് പോർഷൻ നമ്മൾ കൊടുത്തു എന്നുള്ളതിൻ്റെ എല്ലാം ഒരു എവിഡൻസ് ആണ് ടാക്സ് ഇൻവോയ്സ്. ദെൻ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് on the basis of which tax credit is availed by the recipient of goods or services. അതായത് ഒരു രജിസ്റ്റേർഡ് സപ്ലയർ, ഈ രജിസ്റ്റേർഡ് സപ്ലയർ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സപ്ലയർക്ക് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്യണമെങ്കിൽ ഈ ടാക്സ് ഇൻവോയ്സ് അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ആവത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്യാനുള്ള ഒരു എവിഡൻസ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ആയിട്ടും ടാക്സ് ഇൻവോയ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ GST ഈസ് ചാർജബിൾ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ. ടാക്സ് ഇൻവോയ്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ടൈം ഓഫ് സപ്ലൈ. നമ്മൾ ടൈം ഓഫ് സപ്ലൈ എന്താണ് എന്നുള്ളത് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. എന്തായിരുന്നു ടൈം ഓഫ് സപ്ലൈ? GST ഈടാക്കുന്ന പോയിൻ്റ് ഓഫ് സപ്ലൈ ആണ് നമ്മൾ, അല്ലെങ്കിൽ ആ ടൈം ഏത് ഡേറ്റിനാണോ എന്നാണോ ഈ GST ഈടാക്കുന്നത് ആ ഡേറ്റ് അല്ലെങ്കിൽ ആ സമയത്തെയാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഈ ടൈം ഓഫ് സപ്ലൈ എന്നാണ് എന്ന് മനസ്സിലാക്കാനും ഇൻഡിക്കേറ്റ് ചെയ്യാനും ടാക്സ് ഇൻവോയ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ടാക്സ് ഇൻവോയ്സിൽ നിന്നും എന്നാണ് ടൈം ഓഫ് സപ്ലൈ, എന്നാണ് നമ്മൾ GST ഈടാക്കുന്നത് അല്ലെങ്കിൽ ഈടാക്കിയത് എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ്, ദ ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ്. ടാക്സ് ഇൻവോയ്സ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സിൽ പറയുന്നത്. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. ആ ലാസ്റ്റ് ഡേറ്റിനെയാണ് നമ്മൾ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. CGST ആക്ട് സെക്ഷൻ 31 കൃത്യമായിട്ട് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ടൈം ലിമിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗുഡ്സിൻ്റെ കേസിലും സർവീസസിൻ്റെ കേസിലും ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സോ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. അതായത് ഗുഡ്സിൻ്റെ കേസിൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ടൈമിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ്, അതായത് ഗുഡ്സ് ആണ് സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അവിടെ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട സമയം. ദെൻ ഇതിൽ തന്നെ രണ്ട് കേസ് വരുന്നുണ്ട്. വേർ ദ സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് അതർ കേസസ്. ഫസ്റ്റ് കേസ് വേർ ദ സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, അതായത് സപ്ലൈ ചെയ്യുമ്പോൾ ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ട് എങ്കിൽ ഈ കേസിൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. Where the supply involves movement of goods, here before or at the time of removal of goods for supply to the recipient. ഓക്കെ. അതായത് സപ്ലൈ ചെയ്യുമ്പോൾ ഗുഡ്സിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട് എങ്കിൽ ഗുഡ്സ് റെസിപ്പിയന് റിമൂവ് ചെയ്യുമ്പോഴോ, അതായത് സപ്ലയറിൽ നിന്നും ഗുഡ്സ് റെസിപ്പിയനിലേക്ക് കൈമാറുമ്പോഴോ അല്ലെങ്കിൽ അതിന് മുമ്പോ ആയിരിക്കണം ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഒന്നുകിൽ ഫാക്ടറിയിൽ നിന്നും ഗുഡ്സ് റിമൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നും ഗുഡ്സ് റിമൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടായിരിക്കണം ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സപ്ലയറാണ്, ഞാൻ കമ്പ്യൂട്ടറാണ് സപ്ലൈ ചെയ്യുന്നതെന്ന് കരുതുക, രജിസ്റ്റേർഡ് സപ്ലയറാണ്. ഞാൻ ഒരു റെസിപ്പിയന് ജാനുവരി 2021 ജാനുവരി 1 ഒരു കമ്പ്യൂട്ടർ സപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ സപ്ലൈ ചെയ്യുമ്പോൾ ടാക്സ് ഇൻവോയ്സ് എന്നാണ് ഞാൻ ഇഷ്യൂ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ജാനുവരി 1, 2021 അല്ലെങ്കിൽ അതിനു മുമ്പ്. അല്ലാതെ ഈ ഗുഡ്സ് സപ്ലൈ ചെയ്ത് നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ 1 വീക്കോ 1 മന്തോ കഴിഞ്ഞിട്ടൊന്നും തന്നെ ഞാൻ എന്ത് ഇഷ്യൂ ചെയ്യാൻ പാടില്ല? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഓക്കെ. ദെൻ എനി അതർ കേസ്, സെക്കൻഡ് കേസാണ്, അതായത് ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് ഇല്ലാത്ത കേസിൽ എങ്ങനെയെന്നുള്ളത്.
Any other case, before or at the time of delivery of goods or making available to thereof to the recipient. ഗുഡ്സിൻ്റെ മൂവ്മെൻ്റ് ഇല്ലാത്ത കേസിൽ ഗുഡ്സ് ഡെലിവർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നതിന് മുമ്പോ അതുമല്ലെങ്കിൽ ഗുഡ്സ് റെസിപ്പിയൻറ്റിന് എന്നാണോ അവൈലബിൾ ആകുന്നത് ആ ടൈമിലാണ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, ഗുഡ്സിൻ്റെ മൂവ്മെൻ്റ് ഇല്ലാത്ത കേസിൽ ഗുഡ്സ് ഡെലിവർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നതിന് മുമ്പോ അതുമല്ലെങ്കിൽ ഗുഡ്സ് റെസിപ്പിയൻറ്റിന് എന്നാണോ അവൈലബിൾ ആകുന്നതോ അന്നായിരിക്കണം ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. ക്ലിയർ? ഇനി ഈ ഗുഡ്സിൻ്റെ കേസിൽ തന്നെ, അതായത് ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ തന്നെ ഇത് രണ്ടും അല്ലാതെ വേറൊരു കേസ് വരുന്നുണ്ട്. അതേതാണെന്നുള്ളത് നോക്കാം. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എങ്കിലും ഒന്ന് പറയാം. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് മീൻസ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഓർ അഗ്രീഡ് ടു ബി പ്രൊവൈഡഡ് കണ്ടിന്യൂസ്ലി ഓർ ഓൺ റെക്കറൻറ്റ് ബേസിസ് അണ്ടർ എ കോൺട്രാക്ട് for which the supplier invoices the recipient on a regular or periodic basis. അതായത് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി 3 മാസമോ അതിലധികമോ ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിൽ തുടർച്ചയായോ അല്ലെങ്കിൽ ആവർത്തിച്ചിട്ടോ ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതിനെയാണ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് എന്തെല്ലാം വേണം? സിമെൻറ്റ്, മെറ്റൽ, കല്ല്, പൂയി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണം അല്ലേ? ഇതൊക്കെ എല്ലാം ഒന്നിച്ചിട്ടാണോ സപ്ലൈ ചെയ്യുക? അല്ലല്ലോ, ഇടയ്ക്കിടയ്ക്കായിട്ട്, അതായത് ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഈ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? വാങ്ങിക്കുക അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിൽ ഒരു ഗുഡ്സ് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? തുടർച്ചയായിട്ട് സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ആവർത്തിച്ചിട്ട് 1 മാസം കൂടുമ്പോഴോ ഒരാഴ്ച കൂടുമ്പോഴോ ആയിട്ട് സപ്ലൈ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കേസിൽ എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഹിയർ where successive statements of account or successive payments are involved, the invoice shall be issued before or at the time each such statement is issued or as the case may be each such payment is received. നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സിൽ ഒന്നെങ്കിൽ 1 മന്ത് കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് അങ്ങനെയാണ് എന്ത് ചെയ്യുക? ഗുഡ്സ് സപ്ലൈ ചെയ്യുക. സോ ഇങ്ങനെ ഓരോ തവണ സപ്ലൈ ചെയ്യുമ്പോഴും സക്സസീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് അവർ നമുക്ക് നൽകും. അപ്പോൾ ഈ സക്സസീവ് സ്റ്റേറ്റ്മെൻറ്റ് നൽകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സക്സസീവ് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പോ ആയിട്ടാണ് എന്ത് ഇഷ്യൂ ചെയ്യേണ്ടത്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഒന്നുകിൽ നമുക്ക് സക്സസീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ സക്സസീവ് പേയ്മെൻറ്റ് നൽകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ സക്സസീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ സക്സസീവ് പേയ്മെൻറ്റ് നൽകുന്നതിന് മുമ്പ് ആയിട്ടാണ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. ക്ലിയർ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഇവിടെ 10/1/2021 കുറച്ച് ഗുഡ്സ് സപ്ലയർ റെസിപ്പിയൻറ്റിന് സപ്ലൈ ചെയ്തു. 10/1/2021 ഗുഡ്സ് സപ്ലൈ ചെയ്തത്. അതിൻ്റെ എമൗണ്ട് വരുന്നത് 50,000 ആണ്. അന്ന് ഗുഡ്സ് സപ്ലൈ ചെയ്തു എന്നല്ലാതെ പേയ്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല. ഇനി 15/2/2021 വീണ്ടും കുറച്ച് ഗുഡ്സ് സപ്ലൈ ചെയ്തു 75,000-ൻ്റെ. അന്നും പേയ്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല. ദെൻ 20/3/2021 കുറച്ച് ഗുഡ്സ് വീണ്ടും സപ്ലൈ ചെയ്തു 60,000-ൻ്റെ. അതിന് അവരന്ന് പേയ്മെൻറ്റും നടത്തി. ഓക്കെ, ഇനി ഇത് ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ കേസിലുള്ള എക്സാമ്പിളാണ്. എല്ലാ മാസവും ഇങ്ങനെ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പം ജാനുവരിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത് നെക്സ്റ്റ് മന്ത് 5-ന്, ഫെബ്രുവരി 5-ന്. ഫെബ്രുവരി 15-ന് ഇഷ്യൂ ചെയ്ത ഗുഡ്സിൻ്റെത് മാർച്ച് 5-ന്. ദെൻ മാർച്ചിൽ സപ്ലൈ ചെയ്ത ഗുഡ്സിൻ്റെത് ഏപ്രിൽ 5-ന്. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ജാനുവരി 10-ന് ഗുഡ്സ് ഇഷ്യൂ ചെയ്തു അല്ലേ?
എമൗണ്ട് 50,000 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നാ ഇഷ്യൂ ചെയ്യുക? ഫെബ്രുവരി 5 അന്ന് പേയ്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല എന്ന് കരുതുക. സോ ഇവിടെ പേയ്മെൻ്റ് ഇല്ല. അതുകൊണ്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ് എന്നാണ്? സക്സസീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് അല്ലെങ്കിൽ സക്സസീവ് പേയ്മെൻറ്റ് നടത്തുന്ന ഡേറ്റ്, ഇതിലേതാണോ ഏർലിയർ അതായിരിക്കും നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. സോ ഇവിടെ ജാനുവരിയിൽ സപ്ലൈ ചെയ്ത ഗുഡ്സിന് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഫെബ്രുവരി 5 സോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 5 ഇനി ഫെബ്രുവരിത്തെ കേസ് നോക്കാം. ഫെബ്രുവരി 15 75,000 ഗുഡ്സ് സപ്ലൈ ചെയ്തു അല്ലേ? അന്ന് പേയ്മെൻ്റ് ഒന്നുമില്ല. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ്? മാർച്ച് 5 അങ്ങനെയാണെങ്കിൽ പേയ്മെൻറ്റ് നടന്നിട്ടില്ല. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏതാണ്? മാർച്ച് 5 ഓക്കെ. ദെൻ 20th മാർച്ചിന് 60,000 ഗുഡ്സ് സപ്ലൈ ചെയ്തു. അതിന് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ആ കേസ് ഒന്ന് നോക്കാം. ആ കേസിൽ 20th മാർച്ചിന് സപ്ലൈ ചെയ്ത ഗുഡ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നാണ്? മാർച്ച് 5 ഓക്കെ. ഓരോ മാസത്തിൻ്റെയും നെക്സ്റ്റ് സക്സസീവ് മന്തിലെ 5 സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് മാർച്ച് 5 ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യാം. ഇനി ഈ 20th സപ്ലൈ ചെയ്ത ഗുഡ്സിന് പേയ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ, 60,000 പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അവിടെ പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഡേറ്റ് എന്നാണ്? 20th മാർച്ച് 2021. അപ്പോൾ ഈ രണ്ട് കേസ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഗുഡ്സ് സപ്ലൈ ചെയ്തത് മാർച്ച് 20th, പേയ്മെൻറ്റ് കിട്ടിയതും മാർച്ച് 20th. ഇനി ഈ മാർച്ച് നടത്തിയ സപ്ലൈയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് ഏപ്രിൽ 5 ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സക്സസീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്തത് ഏപ്രിൽ 5 പേയ്മെൻറ്റ് നടത്തിയത് 20th മാർച്ചുമാണ് അല്ലേ? ഇതിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നായിരിക്കും? മാർച്ച് 20th. എന്തുകൊണ്ടാണ്? ഒന്നെങ്കിൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ സക്സസീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്തത്. ഇതിൽ ഏത് ഡേറ്റ് ആണോ ആദ്യം വരുന്നത് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ സക്സസീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ സക്സസീവ് പേയ്മെൻറ്റ് നടത്തിയ ഡേറ്റ്, ഇതിലേതാണോ ഏർലിയർ ആയിട്ടുള്ളത് ആ ഡേറ്റാണ് നമ്മൾ ടാക്സ് ഇൻവോയ്സ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ ഗുഡ്സിൻ്റെ കേസിലുള്ള വേറൊരു സിറ്റുവേഷനാണ് ഗുഡ്സ് സെൻഡ് ഓർ ടേക്കൺ ഓൺ അപ്രൂവൽ ഫോർ സെയിൽ ഓർ റിട്ടേൺ ആർ റിമൂവ്ഡ് ബിഫോർ ദ സപ്ലൈ ടേക്സ് പ്ലേസ്. അതായത് ഒരു എക്സാമ്പിൾ പറയാണ്, ഗുഡ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഗുഡ്സ് എടുത്തോളാം എന്നൊരു കരാറിൻ്റെ ബേസിൽ സപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മൾ ഗുഡ്സിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഗുഡ്സ് ഞാൻ എടുത്തോളാം. ആ ഒരു കോൺട്രാക്റ്റിൽ സപ്ലൈ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന്. ഇനി ഇവിടെ ഗുഡ്സ് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഗുഡ്സ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ദ ഇൻവോയ്സ് ഷാൾ ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ഓർ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് റിമൂവൽ വിച്ച് എവർ ഈസ് ഏർലിയർ. അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഗുഡ്സ് സപ്ലൈ ചെയ്ത ടൈം അല്ലെങ്കിൽ ഗുഡ്സ് റിമൂവ് ചെയ്തിട്ട് 6 മാസം. ഇതിലേതാണോ ഏർലിയർ അതായിരിക്കും ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇനി ഇവിടെ ഗുഡ്സ് സപ്ലൈ ചെയ്തെന്ന് ഉദ്ദേശിക്കുന്ന ഗുഡ്സ് സെൻഡ് ചെയ്ത ഡേറ്റ് അല്ല. അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർ ഓക്കെ പറയുകയാണ് ഞാൻ ഗുഡ്സ് എടുത്തോളാം എന്ന് ഓക്കെ പറയുന്ന ഒരു ഡേറ്റ് ഉണ്ടാവുമല്ലോ, അതായിരിക്കും സപ്ലൈ ചെയ്ത ഡേറ്റ്, ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാണ്, 1/1/2021 ഞാൻ ഗുഡ്സ് ഈ അപ്രൂവൽ ബേസിൽ എന്ത് ചെയ്തു? കസ്റ്റമർക്ക് അയച്ചു കൊടുത്തു. അതവർക്ക് കിട്ടി. എന്നിട്ട് അവർ പറയുകയാണ് എന്നോട് ഞാൻ ഗുഡ്സ് യൂസ് ചെയ്യട്ടെ, എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് 20/1/2021 അവരെനിക്ക് റിപ്ലൈ തരികയാണ് അവർ ഈ ഗുഡ്സിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്ന്. ഓക്കെ. അപ്പോൾ 1/1/2021 ഗുഡ്സ് സെൻഡ് ചെയ്തത്. 20/1/2021 അവരുടെ റിപ്ലൈ വന്നത് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ആ റിപ്ലൈ കിട്ടിയ ഡേറ്റ് എന്നാണോ അതാണ് നമ്മുടെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞത്. അന്നാണ് സപ്ലൈ നടന്നതായിട്ട് കണക്കാക്കുക. ഇനി ഈ കേസിൽ എപ്പോഴാണ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു ഒന്നുകിൽ ഗുഡ്സ് സപ്ലൈ ചെയ്ത ടൈം അല്ലെങ്കിൽ ഗുഡ്സ് റിമൂവ് ചെയ്തിട്ട് 6 മാസം. ഇതിലേതാണോ ഏർലിയർ അതായിരിക്കും ടാക്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ് എന്ന്. അപ്പോൾ ഇവിടെ ഗുഡ്സ് സെൻഡ് ചെയ്തത് 1/1/2021 അപ്പോൾ 6 മാസം എന്ന് പറയുമ്പോൾ ഗുഡ്സ് റിമൂവ് ചെയ്തിട്ട് 6 മാസം എന്ന് പറയുമ്പം 1/7/2021 അല്ലേ?
അതായിരിക്കും 6 മാസം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ടൈം ഓഫ് സപ്ലൈ നടന്നത് എന്നാണ് 20/1/2021 അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏർലിയസ്റ്റ് ഡേറ്റ് ഏതാണ്? 1/7/2021 അല്ലെങ്കിൽ 20/1/2021 അവർ ഗുഡ്സ് എടുത്തോളാം എന്ന് നമ്മളോട് പറഞ്ഞത് 20/1/2021 അല്ലേ? ഇനി ഈ റിപ്ലൈ നമുക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ 6 മാസത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1/7/2021 ഇതിൽ ഏതാണോ ഏർലിയസ്റ്റ് ഡേറ്റ് അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ അവർ 20/1/2021 ഗുഡ്സിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഡേറ്റ് ആണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കേണ്ടതും അന്ന് തന്നെ ആയിരിക്കണം നമ്മൾ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടതും. ഓക്കെ, ഇനി ഇവർ ഈ 1-ാം തീയതി നമ്മൾ എന്ത് ചെയ്തു? ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് അവരൊരു റിപ്ലൈയും തന്നില്ല. ഗുഡ്സ് സാറ്റിസ്ഫൈഡ് ആണെന്നോ അല്ലയെന്നോ ഒരു റിപ്ലൈയും അവർ തന്നില്ല. അങ്ങനത്തെ കേസാണെന്നുണ്ടെങ്കിൽ അവിടെ 20/1/2021 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഇല്ല. 1/1/2021 നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ 6 മാസം. 6 മാസം എന്നാണോ തികയുന്നത്? അതായത് ജൂലൈ 1 അവർ എന്ത് ചെയ്യണം? നമ്മൾ ഈ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. അവർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നുള്ളതൊന്നും അന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആ 6 മാസം 6-ാമത്തെ മാസം എന്നാണോ തികയുന്നത് അന്ന് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ക്ലിയർ? നെക്സ്റ്റ്, ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് ഫോർ സപ്ലൈ ഓഫ് സർവീസസ്. അതായത് സപ്ലൈ ഓഫ് സർവീസസിൻ്റെ കേസിൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളതാണ് നമുക്കിനി നോക്കേണ്ടത്. രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈയിങ് ടാക്സബിൾ സർവീസസ്. Tax invoice shall be issued before or after the provision of service, but within 30 days from the date of supply of service. ഒരു സർവീസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കേസാണ് എങ്കിൽ അദ്ദേഹത്തിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. ബട്ട് അയാൾ എന്ത് ചെയ്യണം? ഈ സർവീസ് പ്രൊവൈഡ് ചെയ്ത 30 ഡേയ്സിനുള്ളിൽ എന്തായാലും ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. സർവീസ് പ്രൊവൈഡറിന് വേണമെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പോ ശേഷമോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. ബട്ട് എന്താണെങ്കിലും അദ്ദേഹം ഈ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, അതായത് ഇപ്പം 1/1/2021 സർവീസ് പ്രൊവൈഡ് ചെയ്തത് എങ്കിൽ ഈ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ഒന്നുകിൽ അദ്ദേഹത്തിന് 1/1/2021 മുമ്പ് ഇഷ്യൂ ചെയ്യാം അല്ലെങ്കിൽ ശേഷം ഇഷ്യൂ ചെയ്യാം. ബട്ട് എന്തായാലും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്താ? 30/1/2021 ആയിരിക്കും. 30 ദിവസത്തിനുള്ളിൽ എന്തായാലും ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ദെൻ ഇനി ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് പറയുന്നുണ്ട്. 45 days ഇൻ കേസ് ഓഫ് ആൻ ഇൻഷുറർ ഓർ ബാങ്കിങ് കമ്പനി ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് എ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഇത് നമ്മൾ സാധാ സർവീസസിൻ്റെ കേസിലാണ്. ഇനി അതൊരു ബാങ്കിങ് കമ്പനി, ഇൻഷുററോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ മറ്റുമാണ് എങ്കിൽ അവർക്ക് ഈ ടാക്സ് ഇൻവോയ്സ് ചെയ്യാനുള്ള മാക്സിമം ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 45 days ആണ്. ഇൻഷുറർ, ബാങ്കിങ് കമ്പനി, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവർ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 45 ദിവസത്തിൻ്റെ ഉള്ളിൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ക്ലിയർ? ദെൻ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസ്. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസും സെയിം തന്നെയാണ്. ഈ കോൺട്രാക്റ്റ് ഒരു 3 മാസമെങ്കിലും നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിലായിരിക്കും ഇവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസിൻ്റെ കേസിൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കേസ് ഇവിടെ 3 കേസായിട്ടാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് കേസ് the due date of payment is ascertainable from the contract on or before the due date of payment. അതായത് ഈ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും. ആ കോൺട്രാക്റ്റിൽ പേയ്മെൻറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് കൃത്യമായി പറയുന്നുണ്ട് എങ്കിൽ, ഓക്കെ, കോൺട്രാക്റ്റിൽ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസിൻ്റെ കോൺട്രാക്റ്റിൽ പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ് കൃത്യമായി പറയുന്നുണ്ട് എങ്കിൽ ഓൺ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, ഒന്നുകിൽ ആ ഡ്യൂ ഡേറ്റിന് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റിന് അല്ലെങ്കിൽ ആ പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട്
ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. സോ ഇവിടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്നായിരിക്കും? ഈ ഡ്യൂ ഡേറ്റ് എന്നാണോ അന്നായിരിക്കും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ ഡ്യൂ ഡേറ്റ് എന്നാണോ അന്നായിരിക്കും. ക്ലിയർ? Then second case, where the due date of payment is not ascertainable from the contract before or at the time when the supplier of services receives the payment. ഇനി ഈ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസിൻ്റെ കോൺട്രാക്റ്റിൽ ഡ്യൂ ഡേറ്റ് എന്നാണ് എന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല എന്ന് കരുതാം. ക്ലിയർ അല്ല, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് ഈ പേയ്മെൻറ്റ് നടത്തേണ്ട ഡ്യൂ ഡേറ്റ് എന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്നാണോ ആക്ച്വൽ പേയ്മെൻറ്റ് കിട്ടുന്നത് അന്നോ അതിന് മുമ്പോ ആയിട്ട് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, അപ്പം എന്നാണോ ആക്ച്വൽ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് അന്നോ അതിന് മുമ്പോ ആയിട്ട് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ക്ലിയർ? ദെൻ തേർഡ് കേസ്, where the payment is linked to the completion of an event on or before the date of completion of that event. അതായത് ഇവിടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിൻ്റെ കംപ്ലീഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അപ്പോൾ അവിടെ എൻജിനീയറിനോട് പറഞ്ഞിട്ടുള്ളത് ഓരോ ഫ്ലോറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരിക എന്നാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഓരോ ഫ്ലോറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഈ കേസിൽ ഇവൻ്റ് എന്ന് പറയുന്നത്. ഒരു ഇവൻറ്റിൻ്റെ കംപ്ലീഷൻ കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടും. അപ്പം ഇങ്ങനെയുള്ള കേസാണെന്നുണ്ടെങ്കിൽ എന്നാണോ ആ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അന്നാണ് ടാക്സ്, അന്നോ അതിന് മുമ്പോ ആയിരിക്കണം ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ കേസ് തന്നെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാണോ അന്നോ അതിനു മുമ്പോ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. അതുപോലെ സെക്കൻഡ് ഫ്ലോറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ആ സെക്കൻഡ് ഫ്ലോറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാണോ അന്നോ അതിനു മുമ്പോ ആയിട്ട് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ക്ലിയർ? ഇവിടെ നമ്മുടെ പേയ്മെൻറ്റ് ഒരു സർവീസിൻ്റെ പേയ്മെൻറ്റ് ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിൻ്റെ കംപ്ലീഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഇവൻ്റ് എന്നാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അന്നോ അതിനു മുമ്പോ ആയിട്ട് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഓക്കെ, ഈ 3 കേസും മനസ്സിലാക്കി വയ്ക്കുക. ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞത് കോൺട്രാക്റ്റിൽ നിന്നും നമുക്ക് പേയ്മെൻറ്റ് ഡേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കേസാണെന്നുണ്ടെങ്കിൽ എന്നാണോ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഒന്നുകിൽ ആ ദിവസം അല്ലെങ്കിൽ അതിനു മുമ്പ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഇനി ഡ്യൂ ഡേറ്റ് അസർടെയിൻ ചെയ്യാൻ പറ്റാത്ത കേസാണ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? എപ്പോഴാണോ സർവീസ് പ്രൊവൈഡർ ഈ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് ആ ഡേറ്റ് അല്ലെങ്കിൽ അതിനു മുമ്പ്. ഇനി തേർഡ് കേസ് നമ്മൾ പറഞ്ഞെന്താ, ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിൻ്റെ കംപ്ലീഷനുമായിട്ട് പേയ്മെൻറ്റ് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നാണോ ആ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അന്നോ അതിനു മുമ്പോ ആയിട്ട് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് കേസ്, where the supply of services ceases before its completion. The invoice shall be issued at the time when the supply ceases, and such invoice shall be issued to the extent of the supply made before such cessation. അതായത് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു, അതായത് കംപ്ലീറ്റ് ചെയ്യാതെ നിർത്തിവെച്ചു. അങ്ങനെയാണ് എങ്കിൽ എപ്പോഴാണ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ്. അപ്പോൾ എൻജിനീയർ 4 ഫ്ലോറുള്ള ഒരു ബിൽഡിംഗ് ആണ് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് വാക്ക് കൊടുത്തത്. സെക്കൻഡ് ഫ്ലോർ ആയപ്പോൾ ഈ എൻജിനീയർ അതിൽ നിന്നും പിന്മാറി. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്നാണോ ആ സപ്ലൈ, അവിടെ അദ്ദേഹം എന്ത് ചെയ്യാണ്, സപ്ലൈ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ആ സപ്ലൈ സ്റ്റോപ്പ് ചെയ്യുന്നത് ആ ഡേറ്റിനായിരിക്കണം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, സെക്കൻഡ് ഫ്ലോറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതോടുകൂടി അയാൾ പിന്മാറുന്ന ഡേറ്റ് എന്നാണോ അന്നാണ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ക്ലിയർ? നെക്സ്റ്റ് ടോപ്പിക്, കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ്.
ഈ കേസിൽ പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. രജിസ്റ്റേർഡ് പേഴ്സൺ മെ നോട്ട് ഇഷ്യൂ ടാക്സ് ഇൻവോയ്സ് ഫോർ ഈച്ച് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് if value involved is less than 200 per supply, but can issue a consolidated tax invoice at close of each day. Such consolidated tax invoice may be issued subject to the following conditions. The recipient is not a registered person and the recipient does not require such invoice. അതായത് നോർമലി ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യുമ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, എന്നാൽ ഈ ആക്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 200 രൂപയിൽ താഴെ വിലയുള്ള ഗുഡ്സോ സർവീസോ ആണ് സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണമെന്നത് നിർബന്ധമില്ല. ക്ലിയർ? ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യുമ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ബട്ട് ഈ ആക്ട് പ്രകാരം പറയുന്നത് എന്താ? ഈ ഗുഡ്സോ സർവീസസോ 200 രൂപയിൽ താഴെ വിലയുള്ളതാണ് എങ്കിൽ അവിടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യൽ നിർബന്ധമില്ല. ബട്ട് ആ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ചെയ്യണം? ഒരു കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, ഇനി ഇതിന് സർട്ടൈൻ കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദ റെസിപ്പിയൻ്റ് ഈസ് നോട്ട് എ രജിസ്റ്റേർഡ് പേഴ്സൺ. ഈ റെസിപ്പിയൻ്റ് എന്താകരുത്? ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആകാൻ പാടില്ല. 200 രൂപയിൽ താഴെയുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് നമ്മൾ നൽകുന്നത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആകാൻ പാടില്ല. അത് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ വില എന്ന് പറയുന്നത് ഒരു മാറ്ററേ അല്ല. അത് 10 രൂപയുടേതാണെങ്കിലും 2 രൂപയുടേതാണെങ്കിലും രജിസ്റ്റേർഡ് പേഴ്സൺ തമ്മിലുള്ള ട്രാൻസാക്ഷന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഈ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് പേഴ്സൺ ആകാൻ പാടില്ല. ദെൻ ദ റെസിപ്പിയൻ്റ് ഡസ് നോട്ട് റിക്വയർ സച്ച് ഇൻവോയ്സ്. ആ റെസിപ്പിയൻ്റിന് ഇൻവോയ്സിൻ്റെ ആവശ്യവുമില്ല. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എങ്കിൽ ഒരു രജിസ്റ്റേർഡ് സപ്ലയർക്ക് 200 രൂപയിൽ താഴെ വില വരുന്ന ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യുമ്പോൾ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണമെന്നുള്ളത് നിർബന്ധമില്ല. പകരം കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. ഓക്കെ, ഇനി അതല്ല, ഇതൊരു രജിസ്റ്റേർഡ് പേഴ്സണാണ് 200 രൂപയിൽ താഴെയുള്ള ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അവിടെ ഒന്നും മാറ്റർ അല്ല. എന്താണെങ്കിലും അദ്ദേഹം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രജിസ്റ്റേർഡ് സപ്ലയറാണ്, ഒരു രജിസ്റ്റേർഡ് റീറ്റെയിലറാണ്. അദ്ദേഹം ഒരു ദിവസം ട്രാൻസാക്ഷൻസ് നടത്തിയത് ആദ്യം ഒരു 30 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ഒരാൾക്ക് സെയിൽ ചെയ്തു. രണ്ടാമതൊരു 200 രൂപയല്ല 150 രൂപയുടെ ഒരു പ്രോഡക്റ്റ് സപ്ലൈ ചെയ്തു. ദെൻ ഒരു 50 റുപ്പീസിൻ്റെത് വേറൊരാൾക്ക് സപ്ലൈ ചെയ്തു. ദെൻ ഒരു 75 റുപ്പീസിൻ്റെത് വേറൊരാൾക്ക് സപ്ലൈ ചെയ്തു. ഇങ്ങനെ 200 രൂപയിൽ താഴെയുള്ള പ്രോഡക്റ്റ്സ് ആണ് അദ്ദേഹം കംപ്ലീറ്റ് സെയിൽ ചെയ്തത്. അതെല്ലാം കൂടെ ഒരു 1200 റുപ്പീസേ ആയിട്ടുള്ളൂ എന്ന് കരുതാം. ഇനി ഈ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ സപ്ലൈ ചെയ്തത് അൺരജിസ്റ്റേർഡ് പേഴ്സൺസിനാണ്. ഈ ബയേഴ്സ് ആരും തന്നെ രജിസ്റ്റേർഡ് പാർട്ടീസ് അല്ല. സോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഇൻഡിവിജ്വൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. ക്ലിയർ? നെക്സ്റ്റ്, കണ്ടൻറ്റ് ഓഫ് ടാക്സ് ഇൻവോയ്സ്. അതായത് ടാക്സ് ഇൻവോയ്സിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കണം എന്നുള്ളത്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എങ്കിലും ഒന്ന് പറയാം. നെയിം, അഡ്രസ് ആൻഡ് GSTIN ഓഫ് ദി സപ്ലയർ. സപ്ലയറിൻ്റെ പേര്, അഡ്രസ്സ്, GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ദെൻ സീരിയൽ നമ്പർ, എത്രാമത്തെ ട്രാൻസാക്ഷനാണ്, അങ്ങനെ വല്ല സീരിയൽ നമ്പർ ഉണ്ടെങ്കിൽ അത്, ഡേറ്റ് ഓഫ് ഇഷ്യൂ, എന്നാണ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്, ആ ഡേറ്റ്, ദെൻ നെയിം, അഡ്രസ് ആൻഡ് GSTIN ഓർ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓഫ് ദ റെസിപ്പിയൻറ്റ്. റെസിപ്പിയൻ്റെ നെയിം, അഡ്രസ്സ്, GSTIN. ഇതൊക്കെ രജിസ്റ്റേർഡ് പാർട്ടീസ് ആണെങ്കിലാണ് നെയിം GSTIN ഉണ്ടായിരിക്കുക. ദെൻ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി റെസിപ്പിയൻറ്റ് ആൻഡ് അഡ്രസ് ഓഫ് ഡെലിവറി ഇഫ് ദ റെസിപ്പിയൻറ്റ് ഈസ് ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഇനി റെസിപ്പിയൻറ്റ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെയിമും അഡ്രസ്സും വേണം. ദെൻ HSN കോഡ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്,
quantity of goods and total value of supply, taxable value of supply and rate of tax, amount of tax charged, place of supply, along with the name of state in the case of supply in the course of interstate trade or commerce. പ്ലേസ് ഓഫ് സപ്ലൈ ഉണ്ടായിരിക്കണം. ഇനി ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ് എങ്കിൽ സ്റ്റേറ്റ് കോഡും കൊടുത്തിരിക്കണം, സ്റ്റേറ്റും പറഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ അത് ഇൻ്റർസ്റ്റേറ്റ് ആണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ദെൻ അഡ്രസ് ഓഫ് ഡെലിവറി, ദെൻ വെദർ ടാക്സ് ഈസ് പേയബിൾ ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്, ടാക്സ് റിവേഴ്സ് ചാർജ് ബേസിസിലാണോ പേ ചെയ്യേണ്ടത്. ദെൻ സിഗ്നേച്ചർ ഓർ ഡിജിറ്റൽ സിഗ്നേച്ചർ ഓഫ് ദ സപ്ലയർ ഓർ ഹിസ് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്. ദെൻ ലാസ്റ്റ് എന്താ വേണ്ടത്, ഈ സപ്ലയറിൻ്റെ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ സിഗ്നേച്ചർ ടാക്സ് ഇൻവോയ്സിൽ ഉണ്ടായിരിക്കണം. ഇത്രയാണ് ഒരു ടാക്സ് ഇൻവോയ്സിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, മാനർ ഓഫ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ്. ഇത് ഗുഡ്സിൻ്റെ കേസിലും സർവീസസിൻ്റെ കേസിലും ഡിഫറെൻ്റ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ദ ഇൻവോയ്സ് ഷാൾ ബി പ്രിപ്പയർഡ് ഇൻ ട്രിപ്ലിക്കേറ്റ് ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻ ദ ഫോളോയിങ് മാനർ. അതായത് ഗുഡ്സിൻ്റെ കേസിൽ 3 കോപ്പിയാണ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. അതിൽ ദ ഒറിജിനൽ കോപ്പി ബീയിങ് മാർക്ക്ഡ് ആസ് ഒറിജിനൽ ഫോർ റെസിപ്പിയൻറ്റ്. ഇതിൽ ഒറിജിനൽ കോപ്പിയിൽ ഒറിജിനൽ ഫോർ റെസിപ്പിയൻറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ട് അത് റെസിപ്പിയൻറ്റിന് നൽകണം. ദെൻ ദ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ബീയിങ് മാർക്ക്ഡ് ആസ് ഡ്യൂപ്ലിക്കേറ്റ് ഫോർ ട്രാൻസ്പോർട്ടർ. ദെൻ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ടർക്കാണ് നൽകേണ്ടത്. ദെൻ തേർഡ് കോപ്പി, ദ ട്രിപ്ലിക്കേറ്റ് കോപ്പി ബീയിങ് മാർക്ക്ഡ് ആസ് ട്രിപ്ലിക്കേറ്റ് ഫോർ സപ്ലയർ. ഈ 3ാമത്തെ കോപ്പിയാണ് സപ്ലയറുടെ കയ്യിൽ കീപ്പ് ചെയ്യാം. ഓക്കെ. ദെൻ ദ ഇൻവോയ്സ് ഷാൾ ബി പ്രിപ്പയർഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്. സപ്ലൈ ഓഫ് സർവീസസിൻ്റെ കേസിൽ 2 കോപ്പിയാണ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ദ ഒറിജിനൽ കോപ്പി ബീയിങ് മാർക്ക്ഡ് ആസ് ഒറിജിനൽ ഫോർ റെസിപ്പിയൻറ്റ്. ഒറിജിനൽ കോപ്പി ആർക്ക് നൽകും, റെസിപ്പിയൻറ്റിന് നൽകും. അതിൽ ഒറിജിനൽ ഫോർ റെസിപ്പിയൻറ്റ് എന്ന് മാർക്ക് ചെയ്യും. ദെൻ ദ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ബീയിങ് മാർക്ക്ഡ് ആസ് ഡ്യൂപ്ലിക്കേറ്റ് ഫോർ സപ്ലയർ. ദെൻ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് ആര് കീപ്പ് ചെയ്യുക, സപ്ലയർ കീപ്പ് ചെയ്യാം. ഓക്കെ children, that's all for today. See you in next class. Thank you all.